അമേരിക്കയുടെ ഏറ്റവും പുതിയ ഡ്രോണുകൾ നിർമ്മിക്കാനായിട്ട് ഇന്ത്യ കൈകൊടുത്തിരിക്കുകയാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡും ജനറൽ ആറ്റംസും ഇവർ രണ്ടുപേരും സഹകരിച്ചുകൊണ്ടാണ് പുതിയൊരു ഡ്രോൺ നിർമ്മാണത്തിലേക്ക് കടക്കുന്നത്. ജനറൽ ആറ്റംസിൻ്റെ CEO എന്ന് പറയുന്നത് വിവേക് ലാല ഇന്ത്യൻ വംശജനാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് വിമാന എൻജിൻ നിർമ്മാതാക്കൾ ഇന്ത്യയായിട്ട് കൈകൊടുത്തത്. ആ ഒരു രീതിയിലുള്ള സഹകരണം തന്നെയായിരിക്കുമോ ഇവിടെ ജനറൽ ആറ്റംസും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡും തമ്മിൽ ഉണ്ടാവുക? ലോകത്തെ ഏറ്റവും മികച്ച ഡ്രോൺ നിർമ്മാതാക്കളാണ് അമേരിക്കയുടെ ജനറൽ ആറ്റമിക്സ്. അവരുടെയാണ് പ്രഡേറ്റർ MQ-9 ഡ്രോണ്, റീപ്പർ ഡ്രോണുകൾ ഒക്കെ. ആ ജനറൽ ആറ്റമിക്സ് നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL-യുമായിട്ട് ചേർന്ന് ഡ്രോൺ നിർമ്മിക്കാനുള്ള സാധ്യതകളെ കുറിച്ച് ഡൽഹിയിൽ വെച്ച് ഇന്നലെ വളരെ വിശദമായ ഒരു ചർച്ച നടന്നു. ചർച്ചകളിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനെ പ്രതിനിധാനം ചെയ്തത് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ K. രവിയാണ്. ജനറൽ ആറ്റമിക്സിന്റെ ഭാഗത്തു നിന്നും ആ കമ്പനിയെ പ്രതിനിധാനം ചെയ്തത് അവരുടെ ഗ്ലോബൽ ചീഫ് എക്സിക്യൂട്ടീവായ, അതായത് ഇന്ത്യൻ വംശജനായ ഡോക്ടർ വിവേക് ലാലാണ്. മുഖ്യമായിട്ടും അവരുടെ നെക്സ്റ്റ് ജനറേഷൻ ഡ്രോണുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള സാധ്യതയെക്കുറിച്ചാണ് ചർച്ചകൾ നടന്നത്. നമുക്കറിയാം, ആധുനിക യുദ്ധത്തില് ഡ്രോണുകൾ വലിയ ഒരു പങ്കാണ് വഹിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഡ്രോണുകൾക്ക് പരിമിതിയുണ്ട്. ഇത് രണ്ടും നമുക്ക് മനസ്സിലാകും. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാല്, ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ലോക പ്രശസ്തമായ തുർക്കിയുടെ ബൈറക്ടർ ഡ്രോണുകൾ പാകിസ്ഥാന്റെ കൈവശം ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. ആദ്യത്തെ 4 ഡ്രോൺ ഇന്ത്യക്ക് നേരെ വിട്ടു, 4 ഇന്ത്യ തകർത്ത് കളഞ്ഞു. അതോടുകൂടി ഇതിവിടെ ചെലവാകില്ല എന്ന് പാകിസ്ഥാൻ തിരിച്ചറിയുന്നു. പാകിസ്ഥാൻ അത് മടക്കി ഹാങ്ങറിൽ കൊണ്ടുവെക്കും. ഈ ഇറാൻ അമേരിക്ക യുദ്ധം നടന്നപ്പോൾ ഈ ജനറൽ ആറ്റമിക്സിന്റെ തന്നെ റീപ്പർ ഡ്രോണുകൾ 30 എണ്ണം ഇറാൻ തകർത്ത് കളഞ്ഞു എന്നാണ് വാർത്ത. അപ്പൊ പിന്നെ എന്തിനാണ് ഇന്ത്യ ജനറൽ ആറ്റമിക്സുമായിട്ട് ചേർന്ന് ഈ ഡ്രോൺ നിർമ്മിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ അതൊക്കെ ഡ്രോണുകളുടെ ഒരു എവല്യൂഷന്റെ ഭാഗമായിട്ടാണ് ഈ ഡ്രോൺ പെട്ടെന്ന് തന്നെ ഒരു സിറ്റിംഗ് ഡക്കായിട്ട് മാറി, അല്ലെങ്കിൽ ഡ്രോണ് ആധുനിക മിസൈൽ സംവിധാനങ്ങളുടെ മുന്നിൽ നിസ്സഹായമാവുന്നത്. അതിനാണ് അടുത്ത ജനറേഷൻ ഡ്രോൺ വരുന്നത്. ഇന്ത്യയിൽ നിർമ്മിക്കാമെന്ന് ജനറൽ ആറ്റമിക്സ് ഉറപ്പു നൽകുന്നത് അടുത്ത തലമുറ ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് ഡ്രോണാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് ഡ്രോൺ എന്ന് പറയുന്നത് ഏതാണ്ട് 40,000 അടി ഉയരത്തിലും 40,000 അടി 47,000 അടിയൊക്കെ ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ ഉള്ള ഒരു ഉയരങ്ങളിൽ പറക്കുകയും അതുപോലെ ഏതാണ്ട് 28-30 മണിക്കൂറിന് മുകളിൽ 30-35 മണിക്കൂറിലൊക്കെ തുടർച്ചയായിട്ട് ആകാശത്ത് പറക്കുകയും ചെയ്യാൻ ശേഷിയുള്ള ഡ്രോണുകളാണ്. ആ കാറ്റഗറിയിൽപ്പെട്ട വരും തലമുറ ഡ്രോണുകളിൽ അവഞ്ചർ എന്ന ഒരു ഡ്രോൺ നിർമ്മിക്കാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ് ജനറൽ ആറ്റമിക്സ്. ഈ അവഞ്ചർ ഡ്രോൺ ആണ് ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡ്രോൺ, HAL-യുമായിട്ട് ചേർന്നത്. പിന്നെ അടുത്തത് ഗാംബിറ്റ് എന്ന് പറയുന്ന ഒരു ഡ്രോൺ കുടുംബം. ആ ഗാംബിറ്റ് ഡ്രോൺ എന്ന് പറയുന്നത് ആധുനിക ജാർഗണുകളിൽ, എയർഫോഴ്സിന്റെ ജാർഗണുകളിൽ ആ ഗാംബിറ്റിന് പറയുന്ന ലോയൽ വിങ്മാൻ എന്ന്. ആ ലോയൽ വിങ്മാൻ ഡ്രോണുകൾ നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിയുമാണ് ഇപ്പോ ഡോക്ടർ ലല്ലും മിസ്റ്റർ രവിയും തമ്മിൽ ചർച്ച ചെയ്തത്. ഇതില് ഈ ഡ്രോണുകളുടെ ഒരു പ്രത്യേകത ഞാൻ പറയാം. ഞാൻ ആദ്യം പറഞ്ഞു, ബൈറക്ടർ TB2 ഡ്രോൺ ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ ആ യുദ്ധത്തിൽ ഉപയോഗിക്കാൻ പാകിസ്ഥാന് സാധിച്ചില്ല. അതുപോലെ അമേരിക്കയ്ക്ക് നിരവധി റീപ്പർ ഡ്രോണുകൾ ഇറാന്റെ മിസൈലുകൾക്ക് മുമ്പിൽ കുരുതി കൊടുക്കേണ്ട വന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ ഈ ഡ്രോണുകളുടെ ഒരു എല്ലാം ഈ വേഗത്തിൽ ആക്രമണം വിധേയമായ ഡ്രോണുകളൊക്കെ തന്നെ അതിന്റെ പ്രത്യേകത, അത് വളരെ സ്ലോ മൂവിങ് ഡ്രോണുകളാണ്. ഏതാണ്ട് മണിക്കൂറിൽ ഒരു 300 കിലോമീറ്റർ വേഗതയിലൊക്കെ ഇങ്ങനെ അനങ്ങി പോകുന്ന ഡ്രോണുകളാണ്. ഇത്തരം ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് ടർബോ പ്രോപ്പ് എന്ന് പറയുന്ന ഒരു എഞ്ചിനാണ്. ഈ ടർബോ പ്രോപ്പ് എഞ്ചിന്റെ ഒരു പ്രത്യേകത, അത് എൻഡുറൻസിന് കൊള്ളാം. അതായത് ദീർഘനേരം ആകാശത്തിൽ നിന്ന് പറക്കാനായിട്ട് കുറച്ച് ഇന്ധനമേ ഉപയോഗിക്കുള്ളൂ. പക്ഷെ സ്പീഡും ഇല്ല, അതുപോലെ തന്നെ വലിയ ചൂട് അതിൽ നിന്ന് വരും. അതുപോലെ സ്റ്റെൽത്ത് ക്വാളിറ്റി ഉള്ള ഒരു വിമാനം
ഒരു UAV ഉണ്ടാക്കാനും അതുകൊണ്ട് സാധിക്കില്ല. അവിടെയാണ് ഈ പുതിയ തരം ഡ്രോണുകളുടെ പ്രസക്തി. അതായത് ഈ ഞാനിപ്പോൾ പറഞ്ഞ അവഞ്ചർ ഡ്രോണില് അതിൽ ഉപയോഗിക്കുന്നത് ടർബോജെറ്റ് എഞ്ചിനാണ്. ടർബോജെറ്റ് എഞ്ചിനുകളുടെ പ്രത്യേകത അത് വളരെ വേഗം കൈവരിക്കാനായിട്ട് ഈ വിമാനത്തെ അല്ലെങ്കിൽ ഡ്രോണിനെ സഹായിക്കും. ഇന്ന് യുദ്ധവിമാനങ്ങളൊക്കെ തന്നെ ടർബോജെറ്റ് എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. ഈ ടർബോജെറ്റ് അല്ലെങ്കിൽ ടർബോഫാൻ, ടർബോജെറ്റ് ഈ രണ്ട് കാറ്റഗറിയിൽപ്പെട്ട എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ടർബോജെറ്റ് എഞ്ചിനില് സൂപ്പർസോണിക് വേഗത വരെ കൈവരിക്കാൻ പറ്റും. അപ്പോൾ ഇനി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഡ്രോണുകൾ പഴയതുപോലെ ഇങ്ങനെ നിരങ്ങി കാളവണ്ടിയെ പോലെ പോകുന്ന ഇപ്പോഴത്തെ ഡ്രോണുകളല്ല. വരും കാലത്തെ ഡ്രോണുകൾ അത് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് കാറ്റഗറിപ്പെട്ടതായാലും ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് കാറ്റഗറിപ്പെട്ടതായാലും അതെല്ലാം തന്നെ സൂപ്പർസോണിക് വേഗത അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഡ്രോണുകളാണ്. ഇനി മാത്രവുമല്ല, ഈ ഡ്രോണുകളിലൊക്കെ തന്നെ സ്റ്റെൽത്ത് ക്വാളിറ്റി ഉള്ളതാണ്. അതായത് റഡാർ ക്രോസ് സെക്ഷൻ വളരെ കുറവായിരിക്കും. അങ്ങനെ ഈ രണ്ട് ഘടകങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് കണ്ടസ്റ്റഡ് എയർ സ്പേസ് എന്ന് പറയുന്ന ധാരാളം ലെയേർഡ് ആയിട്ടുള്ള പല തട്ടുകളായിട്ടുള്ള വ്യോമ പ്രതിരോധ, മിസൈൽ പ്രതിരോധ, ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങളുള്ള രാജ്യങ്ങളിലേക്കിട്ടും കടന്നു കയറാൻ ശേഷിയുള്ള പുതിയ ഡ്രോൺ ഡിസൈനാണ് ഈ അവഞ്ചർ. ആ അവഞ്ചർ ആണ് ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗാംബിറ്റിന്റെ കാര്യത്തിൽ അത് വിമാനങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ലോയൽ വിങ്മാനാണ്. നമ്മുടെ നിർമ്മിക്കാനിരിക്കുന്ന LCA തേജസ് 1A, തേജസ് 2, അതുപോലെ AMCA തുടങ്ങിയ വിമാനങ്ങൾക്ക് ലോയൽ വിങ്മാനായിട്ട് അതിനോടൊപ്പം സഞ്ചരിക്കാനുള്ള ശേഷി ഈ ഗാംബിറ്റ് ഡ്രോണുകൾക്കുണ്ട്. HAL സ്വന്തമായിട്ട് തന്നെ ഒരു ലോയൽ വിങ്, കാറ്റ്സ് വാരിയർ എന്ന ലോയൽ വിങ്മാൻ ഡ്രോൺ നിർമ്മിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ടെക്നോളജിയും ഇവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ജനറൽ ആറ്റമിക്സിന്റെ പഴയ ഒരു ജീവനക്കാരനായിരുന്നു തുർക്കി പ്രസിഡന്റ് എർദഗന്റെ മരുമോൻ ഡയറക്ടർ കമ്പനി തുടങ്ങിയത്. അയാൾ അവിടുന്ന് മോട്ടിച്ചുകൊണ്ട് വന്നതാണ് ഈ ടെക്നോളജി. അപ്പോ അവർക്ക് മോഷണം നടത്തേണ്ട വന്നെങ്കിൽ നമുക്ക് നേരിട്ട് തരാൻ വിവേക് ലാൽ തയ്യാറാണ്. ഇപ്പൊ ഒരു ചോദ്യം ഉണ്ടാകും, കാരണം അമേരിക്കയെ നമ്പുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം ഉണ്ടാകും. കാര്യം, ഇന്ത്യയുടെ അഭിമാന വിമാന പദ്ധതികളായ തേജസ് വിമാന, LCA തേജസ് 1Aക്കും 2നും ഒക്കെ ഉപയോഗിക്കേണ്ട എഞ്ചിനുകൾ, അതായത് F404 എഞ്ചിനും 404 EN20, അതുപോലെ F414 വരാനിരിക്കുന്ന വിമാനങ്ങളുടെ F414 എഞ്ചിൻ, ഇതൊക്കെ സപ്ലൈ ചെയ്യാമെന്ന് പറയുന്നത് ജനറൽ ഇലക്ട്രിക് ആണ്, GE ആണ്. ആ GE F404 എഞ്ചിൻ സപ്ലൈ ചെയ്യുന്നതിൽ കാലതാമസം വരുത്തിയതുകൊണ്ടാണ് ഇന്ത്യയുടെ തേജസ് 1A വിമാനങ്ങൾക്ക് വലിയ കാലതാമസം നേരിട്ടിരിക്കും. അതൊക്കെ കണക്കിലെടുക്കുമ്പോൾ അമേരിക്കയെ നമ്പാൻ കൊള്ളാവോ എന്നൊരു ചോദ്യം വരും, സ്വാഭാവികമാണ്. പക്ഷേ ഇതൊരു ഈ കമ്പനി നമുക്ക് അത്ര കാര്യമുണ്ട് അല്ലെങ്കിൽ അവരെ സംശയിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു വസ്തുത കണക്കിലെടുക്കുമ്പോൾ, കാരണം പ്രത്യേകിച്ച് വിവേകിനെ പോലൊരാള് അതിന്റെ തലപ്പത്തിരിക്കുമ്പോൾ, അദ്ദേഹമാണ് ഈ കമ്പനിയെ വളർത്തിയെടുത്തതും അദ്ദേഹത്തിന് ഇതിൽ നല്ല രീതിയിൽ ഷെയർ ഉള്ള ആളുമാണ്. വിവേകാണ് ഇന്ത്യ ആദ്യം പ്രൊഡേറ്റർ MQ-9B ഡ്രോൺ വാങ്ങുന്നതിൽ പല ആശങ്കകളും ഉണ്ടായിരുന്നു. ആ ആശങ്കകളൊക്കെ പരിഹരിക്കുകയും അവരുമായിട്ടുള്ള ഇടപാടിൽ കൃത്യസമയത്ത് അവർ ഇന്ത്യക്ക് ഡ്രോൺ നൽകുകയും ചെയ്തിരുന്നു, പ്രൊഡേറ്റർ ഡ്രോണുകൾ. അപ്പൊ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ GEO തികഞ്ഞ വെള്ളക്കാരന്റെ മറ്റു കമ്പനികൾ അപേക്ഷിച്ച് കുറച്ചൊരു വ്യത്യസ്തത ഇതിനുണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അമേരിക്കയാണ്, സർക്കാർ മീശ ഉരുട്ടിയാൽ അമേരിക്കയുടെ ഏത് സ്വകാര്യ കമ്പനിയും സ്വാഭാവികമായിട്ടും കണ്ണടയ്ക്കും എന്നുള്ളത് വസ്തുത മറക്കുകയും വേണ്ട. അപ്പൊ എന്തായാലും ശരി, ഇത് ഒരു നല്ല നീക്കമാണ്. ഇതിന്റെ ഭാഗമായിട്ട് അവരിവിടെ ഒരു സപ്ലൈ ചെയിൻ ശൃംഖല നിർമ്മിക്കുകയാണ്. വിമാനത്തിന്റെ എഞ്ചിൻ പുതിയ അവഞ്ചർ ഡ്രോണിന്റെ എഞ്ചിൻ ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടും ഇന്ത്യയിലായിരിക്കും നിർമ്മിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ടെക്നോളജി നമ്മുടെ കൈവശം വരുന്നതോടുകൂടി ഡ്രോണുകളുടെ കാര്യത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു പിന്നാക്കാവസ്ഥ ഇപ്പോഴുണ്ട്. പ്രത്യേകിച്ച് ഈ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ്, ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് കാറ്റഗറിപ്പെട്ട ഡ്രോണുകൾക്ക് സ്വാഭാവികമായിട്ടും അതൊക്കെ നമുക്ക് ആ പരിമിതികൾ മറികടക്കാനായിട്ട് ഈ ഒരു നീക്കം നമ്മളെ സഹായിക്കുമെന്ന് കരുതാം. എന്തായാലും ശരി, ഇതൊരു തൽക്കാലത്തേക്ക് ഇതിന്റെ നെഗറ്റീവ്സിനെ കുറിച്ച് ചിന്തിക്കാനല്ല എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും വിവേക് ലാലിനെ നമുക്ക് വിശ്വസിക്കാം. വരും ദിവസങ്ങളിൽ ഇന്ത്യ വിലയേറിയ ഒരു ടെക്നോളജി ഇന്ത്യക്ക് സ്വായത്തമാക്കാൻ ഈ ഒരു ധാരണയിലൂടെ സാധിക്കട്ടെ എന്ന് സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരെ ഉടൻ തന്നെ സമീപിക്കാം. എല്ലാവർക്കും നമസ്കാരം.